നമസ്കാരം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയ മാവോയിസ്റ്റ് സോമനെ അഗളി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പാലക്കാട് കോടതിയിൽ ഹാജരാക്കി. അഗളി സ്റ്റേഷൻ പരിധിയിലെ 5ലേറെ കേസുകളിലുമായി ബന്ധപ്പെട്ടാണ് നടപടി. 4 ദിവസത്തേക്ക് സോമനെ പാലക്കാട് കോടതി അഗളി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് തന്നെ മർദ്ദിച്ചതായും നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ടുവാങ്ങിയതായും മാവോയിസ്റ്റ് സോമൻ. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ ബോധവൽക്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്താൻ മന്ത്രി എം.പി. രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച്. മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി. കോട്ടായിയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുംകുളങ്ങരയിൽ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ വടക്കാഞ്ചേരി, അകമല, പട്ടാണിക്കാട് ജനവാസ മേഖലകളിൽ ഭീതി സൃഷ്ടിച്ച കാട്ടാനക്കൂട്ടം. തിങ്കളാഴ്ച പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കൃഷിത്തോട്ടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. കർഷകർ സ്ഥാപിച്ച സുരക്ഷാ വേലികളും തകർത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ആം ആദ്മി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം. കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഡൽഹിയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞ പ്രധാനമന്ത്രി കെജ്രിവാളിനെ ജയിലിലാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രവർത്തകർ പറഞ്ഞു. ആം ആദ്മി രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രവർത്തകരുടെ ഉപവാസം. ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാകണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുന്നവർ തന്നെ സ്ത്രീ സംവരണം അട്ടിമറിക്കുന്നുവെന്നും സുബൈദ മുഹമ്മദ്. പാർലമെന്റിലും നിയമസഭകളിലും 33% സംവരണം ആവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവിൽ പ്രമേയം അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തണ്ടർബോൾട്ടിനെ പിരിച്ചുവിടുക, തണ്ടർബോൾട്ട് കൊന്നൊടുക്കിയ ആദിവാസികളുടെ ജീവന് നീതി കൽപ്പിക്കുക എന്ന മുദ്രാവാക്യം വിളിയുമായി മാവോയിസ്റ്റ് സോമൻ അഗളി സ്റ്റേഷൻ പരിധിയിലെ 5ലേറെ കേസുകളിൽ പാലക്കാട് കോടതിയിൽ ഹാജരാക്കാനെത്തിച്ച സമയത്തായിരുന്നു പ്രതിഷേധ മുദ്രാവാക്യം. കഴിഞ്ഞ ദിവസമാണ് സോമനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. പോലീസ് തന്നെ മർദ്ദിച്ചതായും നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിയതായും സോമൻ കോടതിയിൽ പറഞ്ഞു. രോഗിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും തന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ലെന്നും സോമൻ പറഞ്ഞു. 4 ദിവസത്തേക്ക് സോമനെ പാലക്കാട് കോടതി അഗളി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ ദിവസമാണ് സോമനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. അഗളിയിലെ വിവിധ കേസുകളിൽ പ്രതിയായ സോമനെ അഗളി പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തി പാലക്കാട് കോടതിയിൽ ഹാജരാക്കിയത്. കൽപ്പറ്റ സ്വദേശിയായ സോമൻ 2012 മുതലാണ് മാവോയിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. 13 UAPA കേസിലും സോമൻ പ്രതിയാണ്. മാവോവാദി നാടുകാണി ദളം കമൻഡാന്റ് എന്ന പേരിലാണ് സോമൻ അറിയപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടിയും ബോധവൽക്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. മാലിന്യം തള്ളുന്ന കാര്യത്തിൽ തൃത്താല മണ്ഡലം വളരെ മോശമാണെന്നും ആ ദുഷ്പേര് മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല മണ്ഡലത്തിൽ മന്ത്രി എം.പി. രാജേഷിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത്. മാലിന്യം തള്ളുന്ന രീതി നടപ്പാവില്ല. ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനും കേരളം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ക്യാമ്പയിൻ നടത്തുവാനും തീരുമാനമുണ്ട്. ഈ ക്യാമ്പയിൻ തൃത്താലയിൽ ആദ്യമായി തുടക്കം കുറിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട്ടെ ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നത്. മാലിന്യം തള്ളുന്ന രീതി ഇനി അനുവദിക്കാനാകില്ലെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയും ബോധവൽക്കരണവും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം തള്ളുന്ന കാര്യത്തിൽ തൃത്താല വളരെ മോശമാണെന്നും ആ ദുഷ്പേര് ഇനി അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു.
മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി മുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. തൃത്താലയിലെ സ്ഥിതി കുറച്ച് മോശമാണ്, ഉള്ളത് തുറന്നു പറയാം. നമ്മുടെ മണ്ഡലത്തിൽ ആകെ നോക്കിയാൽ ഈ മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നത് വളരെ മോശം നിലയിലാണ് ഇപ്പോഴുള്ളത്. നടപടികൾ കൂടെ ശക്തമാവാത്ത പ്രശ്നമുണ്ട്. ശക്തമായ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പ്രസംഗിച്ചിരുന്നുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. പ്രസംഗം, ഉപദേശം അതുകൊണ്ട് മാത്രം ആളുകളിൽ നിന്ന് നിർത്തുമൊന്നുമില്ല. കേസും ഫൈനും വരുമ്പോൾ തന്നെ നിർത്തും. എന്നാൽ ബോധവൽക്കരണവും വേണം. കാരണം ഇതറിയാത്തത് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെ തിരുത്താൻ അറിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ തിരുത്താൻ ബോധവൽക്കരണം പോരാ. അറിയാത്തത് കൊണ്ട് ചെയ്യുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. ഇതൊരു ശീലമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം അതിനാണ് ബോധവൽക്കരണം. ക്ലീൻ സ്കൂൾ ക്ലീൻ സിറ്റി എന്ന ക്യാമ്പയിൻ ആഗസ്റ്റ് 3 മുതൽ 10 വരെ നടപ്പാക്കാൻ തീരുമാനമായി. ഇതിനായി വിവിധ ഏജൻസികളുടെയും വ്യാപാരികളുടെയും മറ്റ് സംഘടനകളുടെയും സഹകരണം ആവശ്യമാണ്. ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. മാലിന്യം വലിച്ചെറിയാതിരിക്കണമെങ്കിൽ അവ നിക്ഷേപിക്കാനുള്ള സൗകര്യമൊരുക്കണം. ഇത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാലിന്യം കൂടുതൽ വലിച്ചെറിയാനുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. ശക്തമായ ഇടപെടലിലൂടെ ക്യാമ്പയിൻ വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. മന്ത്രിക്ക് പുറമെ പ്രസിഡന്റുമാർ, കോർഡിനേറ്റർ സൈദലവി, വിവിധ ഉദ്യോഗസ്ഥർ, വ്യാപാരികളടക്കമുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥ പരിഹരിക്കുക, ആശുപത്രിയിലെ ഉദ്യോഗസ്ഥ ഭരണം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണെന്നും വിഷയത്തിൽ ഇടപെടേണ്ട MLAയും നഗരസഭയും മൗനവ്രതത്തിലാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ CV ബാലചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ഏറ്റവും ജനങ്ങളോട്, സാധാരണക്കാരോട്, പാവപ്പെട്ടവരോട് പെരുമാറേണ്ട, അവരോട് വളരെ മാന്യമായി പെരുമാറേണ്ട ചില ഡോക്ടർമാരുടെ സമീപനം തന്നെ രോഗികളുടെ രോഗം മാറ്റുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണാറുള്ളത്. അതിൽ വ്യത്യസ്തമായി ഇവര് സ്വകാര്യ ആശുപത്രികളുമായി ടൈപ്പുള്ള ആ ഡോക്ടർമാരാണ്. അവരാണ് ഇവിടെ ഒന്നും കിടത്തി ചികിത്സ നടത്താതെ നമ്മുടെ അയൽപ്രദേശത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ എത്തിക്കുന്ന രീതിയിലേക്കുള്ള സമീപനം സ്വീകരിക്കുന്നത് നമുക്കറിയാം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷനായി. DCC ഭാരവാഹികളായ സത്യൻ പെരുമ്പറക്കോട്, K ശ്രീവത്സൻ, മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, UP രവി, KK സാജൻ, ബ്ലോക്ക് ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, K കബീർ, ശശി, OP രാജേന്ദ്രൻ, CP ഇബ്രാഹിം, KC അബ്ദുൾ റഹ്മാൻ, KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് B ജിത്തു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനി വിനോജ്, ജെസി ആന്റണി, പ്രിയദർശിനി, N വിജയകുമാർ, സലീം പിലാത്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ വടക്കാഞ്ചേരി അകമല പട്ടാണിക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടം. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്തെ തെങ്ങ്, വൈദ്യുത കമ്പികൾക്ക് മുകളിലേക്ക് കുത്തിമറിച്ചിട്ട ആന ഇഞ്ചി, ചേന, മഞ്ഞൾ കൃഷിത്തോട്ടങ്ങളും വാഴകൾ, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയവയും നശിപ്പിച്ചു. ഇതിനിടെ കർഷകർ സ്ഥാപിച്ച സുരക്ഷാ വേലികളും തകർത്തു. ഒടുവിൽ വീടുകൾക്ക് സമീപം ആന എത്തിയതോടെ നാട്ടുകാർ ബഹളം വെച്ചാണ് ആനയെ തുരത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരിങ്കുളങ്ങര പല്ലുകാവിൽ പരേതനായ ചാമിയുടെ ഭാര്യ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിന്നയെ കിടപ്പുമുറിയിലും മകൻ ഗുരുവായൂരപ്പനെ പരിസരത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത്. തിങ്കളാഴ്ച രാവിലെ 6:30 പരിസരവാസികൾ ഗുരുവായൂരപ്പനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ വീട്ടിലെത്തി അമ്മയെ അന്വേഷിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഗുരുവായൂരപ്പന്റെ കൈത്തണ്ടയിലെ ഞരമ്പ് അല്പം മുറിച്ച നിലയിലാണ് കണ്ടത്. വൃദ്ധയായ ചിന്നയും മകനുമാണ് വീട്ടിൽ താമസിക്കുന്നത്. കർഷക തൊഴിലാളിയായ ഗുരുവായൂരപ്പൻ അവിവാഹിതനാണ്. ചിന്നയുടെ മറ്റു മക്കൾ പരിസരത്തു തന്നെയാണ് താമസിക്കുന്നത്. ചിന്ന കുറച്ചു ദിവസമായി പനി ബാധിച്ചു കിടക്കുകയായിരുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു. ന്യൂമോണിയ ബാധയാണ് ചിന്നയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി.
കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ്, SI സുരേഷ് ബാബു തുടങ്ങിയവരും പാലക്കാട് നിന്ന് ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ പീച്ചി ഡാം തുറന്നു. 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാലും ജലനിരപ്പ് 78.25 മീറ്റർ എത്തിയതിനാലുമാണ് നടപടി. ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. നേരത്തെ ഡാമിന്റെ റിവേഴ്സ് ലൂയിസ് തുറന്നിരുന്നു. ഇതുവഴിയുള്ള ജലം KECB വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിനു പുറമെയാണ് മഴ ശക്തമായതോടെ 4 ഷട്ടറുകളും തിങ്കളാഴ്ച തുറന്നത്. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഴാനി ഡാം ഷട്ടറുകൾ 8 സെന്റിമീറ്ററായി ഉയർത്തി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാകണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് പാലക്കാട് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണ്. സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുന്നവർ സ്ത്രീ സംവരണം അട്ടിമറിക്കുകയാണ്. സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സജീവ പ്രവർത്തനം താഴേക്കിടയിലും വ്യാപകമാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സുബൈദ മുഹമ്മദ് പറഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ നമ്മുടെ ജില്ലകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലുപരിയായി ഇത്തവണ നമ്മൾ വളരെ വിജിലന്റായി ടീമായി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ശക്തമായ രീതിയിൽ കൂട്ടമായി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. പാർലമെന്റിലും നിയമസഭകളിലും 33% സംവരണം ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PP പാഞ്ചാലി, TD ഗീതാ ശിവദാസ്, VA റഹ്മത്ത്, KA ഷീബ, ഇന്ദിരാദേവി ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി വിജയലക്ഷ്മി, ജില്ലാ ട്രഷറർ ഉഷ പാലാട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ആലിസ് ജോസഫ്, ജില്ലാ ട്രഷറർ ശാരദ തുളസീദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സമൂഹ ഉന്നമനത്തിനായി ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും സ്ത്രീകളെ അടിച്ചമർത്തുന്നവർക്കും അവഗണിക്കുന്നവർക്കും നിരന്തര പ്രോത്സാഹനമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കേന്ദ്ര സർക്കാർ ബജറ്റ് നിലനിൽപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. സർക്കാരിനെ നിലനിർത്താനുള്ള അതിജീവനത്തിനുള്ള ഒരു ബജറ്റാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായ ഒരു കണ്ടന്റും ആ ബജറ്റിൽ വന്നിട്ടില്ല. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക, അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ബജറ്റാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റ് അവർക്ക് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും പോയി അവതരിപ്പിച്ചാൽ പോരെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PP പാഞ്ചാലി, ഉഷ പാലാട്ട്, ആലിസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. ആം ആദ്മി പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് T വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ ഓർഡിനൻസിലൂടെ കവർന്നെടുത്ത മോദി സർക്കാർ ഡൽഹിയിലെ സാധാരണക്കാരുടെ ജീവിതം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ അപകടം. കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഡൽഹിയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ നരേന്ദ്രമോദി കെജ്രിവാളിനെ ജയിലിലാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളുടെയും നേതൃത്വത്തിൽ കെജ്രിവാളിന്റെ ജയിൽ മോചനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിൽ നടക്കുന്ന സംയുക്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പാലക്കാട്ടും ഉപവാസ സമരം നടത്തിയത്. അവരുടെ പ്രതിനിധി മാത്രമാണ്, അവരാണ് ഞാൻ. അപ്പൊ അവരെല്ലാം നിങ്ങൾക്ക് ജയിലിൽ വെക്കാൻ കഴിയുമോ എന്നാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമ രാഷ്ട്രം
എങ്ങനെയാണ് ക്ഷേമരാഷ്ട്രം, എങ്ങനെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു സർക്കാരിന് നടപ്പിലാക്കാൻ പറ്റും, അതെല്ലാം അവർ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ രുചി പിടിച്ച സാധാരണക്കാരൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ ഉള്ള ഒരു ഭരണകൂടത്തെ ഇവിടുത്തെ സാധാരണക്കാരങ്ങൾ കൈവിടുമെന്ന് നരേന്ദ്രമോദി തെറ്റിദ്ധരിച്ചെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് പുഷ്പ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിവാകരൻ, ജില്ലാ കൌൺസിൽ അംഗം ജോഷി ജോർജ്, നിയോജകമണ്ഡലം പ്രസിഡന്റ്മാരായ രാധാകൃഷ്ണൻ, ഷൌക്കത്ത് അലി, ഭാരവാഹികളായ രവി, ഉണ്ണികൃഷ്ണൻ, ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കി മുതുതല ഗ്രാമപഞ്ചായത്ത്. രണ്ടാം വോള്യത്തിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ലഭ്യമാകുന്ന പ്രയോജനങ്ങളുടെ നീതിപൂർവകമായ പങ്കുവയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. 2019 ഒന്നാം ഭാഗം പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ജില്ലയിൽ തന്നെ രണ്ടാം വോളിയം രജിസ്റ്റർ പൂർത്തിയാക്കുന്ന പഞ്ചായത്തായി മുതുതല മാറി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ രണ്ടാം വോളിയ രജിസ്റ്ററിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. കാര്യങ്ങളിലേക്ക് വേണോ എന്നുള്ളൊരു ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം, ജില്ലാ തലത്തിൽ ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ പ്രോഗ്രാമും അതിനുശേഷമുള്ള അവരുടെ ശില്പശാലയും ഒക്കെ നടന്നപ്പോൾ ഏറെ താല്പര്യത്തോടുകൂടെ ആ പരിപാടിയിൽ പങ്കെടുത്തൊരു പഞ്ചായത്താണ് മുതുതല. അത് അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പരമേശ്വരൻ മാസ്റ്റർ ടീം, അങ്ങനെയുള്ള ഒരു ടീം വർക്കാണ് ഇത്. ഇത്തരം ഏത് പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതൊരു ടീം വർക്കാണ്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി. KFBB ജില്ലാ കോർഡിനേറ്റർ സിനിമോൾ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സി മുകേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, ബ്ലോക്ക് മെമ്പർ ബിന്ദു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബുഷറ സമദ്, സുബൈദ മുണ്ടുമ്മൽ, പഞ്ചായത്ത് മെമ്പർ BMC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നഗരസഭാതല ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇതിനായി നമുക്ക് നമ്മുടെ വിവിധ മേഖലയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ശില്പശാല നടത്തുന്നത്. നമുക്കറിയാം, പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യമുക്തം തന്നെയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പട്ടാമ്പി ടൗൺ ഇന്ന് വളരെ വൃത്തിയോട് മറ്റു മേഖലകളിലെല്ലാം തന്നെ വളരെ മാലിന്യ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്നത്. പട്ടാമ്പി നഗരസഭാ ഹാളിൽ നടന്ന ശില്പശാലയിൽ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് MT ചെയർപേഴ്സൺ KT റുക്കിയ സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് MT ചെയർപേഴ്സൺ, മുനിസിപ്പൽ സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, മറ്റു കൗൺസിലർമാർ, AD ഓഫീസർ രാംദാസ്, കില കോർഡിനേറ്റർമാർ ഗോപാലകൃഷ്ണൻ, കല്യാണകൃഷ്ണൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഷെരീഫ്, KFWMP ജില്ലാ പ്രതിനിധി സീന തുടങ്ങിയവർ സന്നിഹിതരായി. കൂടാതെ ഹരിതകർമ്മസേന അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആശാ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ബാലസംഘം വടനംകുറിശി വില്ലേജ് സമ്മേളനം നടന്നു. പൊയിലൂർ ALPSൽ സംഘടിപ്പിച്ച സമ്മേളനം ബാലസംഘം പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് ഋതുജ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വില്ലേജ് പ്രസിഡന്റ് പവിത്ര വിജയൻ അധ്യക്ഷയായി. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം PP സുബ്രഹ്മണ്യൻ, വില്ലേജ് സെക്രട്ടറി അശ്വതി, ഏരിയ കൺവീനർ TV ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം PP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ രാജൻ കുരുത്തോളക്കുന്ന് സ്വാഗതവും ഫിഡൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഫിഡൽ ചന്ദ്രനെയും സെക്രട്ടറിയായി അശ്വതിയെയും, കൺവീനറായി രാജൻ കുരുത്തോലക്കുന്നിനെയും, കോർഡിനേറ്ററായി പവിത്ര വിജയനെയും, അക്കാദമിക് കൺവീനറായി പ്രീനയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓഗസ്റ്റ് 30 മങ്കരയിൽ നടക്കുന്ന പാലക്കാട് ബ്ലോക്ക് തല ക്ഷീരകർഷക സംഗമത്തിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. മങ്കര പൂരോടി ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 30 മങ്കര പ്രിയദർശിനി ഹാളിൽ നടക്കുന്ന ക്ഷീരകർഷക സംഗമം വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മിൽമ ചെയർമാൻ KS മണിയും പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനോടനുബന്ധിച്ച് മങ്കരയിൽ കന്നുകാലി പ്രദർശനം, കർഷകർക്ക് ക്വിസ് മത്സരം, സെമിനാർ, എക്സിബിഷൻ എന്നിവയും ഉണ്ടാകും. ദൈനംദിന ലെവല് നോക്കുമ്പോൾ ഇന്ന്
കാശ് കൊടുത്തിട്ട് വാങ്ങാതിരിക്കാനും പറ്റില്ല, വാങ്ങാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷെ പാലിന് അതിനനുസരിച്ച വില കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ കാര്യത്തിൽ എൻ്റെ അവിടെ പശുവില്ല, കൃഷിയില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പണ്ടുണ്ടായിരുന്നതൊക്കെ ഒഴിവാക്കാനുണ്ടായ കാരണങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ പല വീടുകളിലും എന്തില്ല, പശുവിന്റെ എണ്ണം കുറഞ്ഞു വരിക. പക്ഷെ സർക്കാർ ഈ മേഖല പ്രൊമോട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ അധ്യക്ഷനായി. ഡയറി ഓഫീസർ CM അമൃത പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK രജനി, മങ്കര പഞ്ചായത്ത് അംഗം K അനിത, ഡയറി ഫാം ഇൻസ്ട്രക്ടർ C രാധിക, സംഘം സെക്രട്ടറി K ലത തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്കിന്റെ കീഴിലുള്ള വിവിധ ക്ഷീരസംഘങ്ങളിൽ നിന്നായി 50ഓളം പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA രക്ഷാധികാരിയായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ജോയിന്റ് രക്ഷാധികാരിയായും പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായും ഡയറി ഓഫീസർ CM അമൃത കൺവീനറായും രാധിക ജോയിന്റ് കൺവീനറായും സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിലെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടു. ശിരൂരിൽ കാണാതായ മലയാളിയായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായാണ് വിദഗ്ധ സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നദിയിൽ തിരച്ചിൽ നടത്തുന്നതിനായുള്ള സാധ്യതകൾ പരിശോധിക്കാനാണ് സംഘം പോകുന്നത്. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് ശിരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ശിരൂരിലെത്തി പരിശോധനകൾക്കു ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ ഡ്രഡ്ജർ തൃശൂർ എൽത്തുരുത്ത് കനാൽ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അപകട ഭീഷണി ഉയർത്തി മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലുള്ള പടുകൂറ്റൻ മരം. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. വളർന്ന് പന്തലിച്ച മരം റോഡിലേക്കും സമീപവാസികളുടെ വീടിലേക്കും പന്തലിച്ച് കിടപ്പുണ്ട്. മരത്തിന്റെ കൂറ്റൻ ചില്ലകൾ ചരിഞ്ഞും ചാഞ്ഞും കിടക്കുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു. ഇതിന് സമീപത്താണ് പെട്ടിക്കടയും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. അതിനോട് തൊട്ടുചേർന്ന് തന്നെ വീടുകളുമുണ്ട്. ശക്തമായ കാറ്റോ മഴയോ വന്നാൽ മരം കടപുഴകി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. മരം നിലംപതിച്ചാൽ പ്രദേശത്ത് വലിയ ദുരന്തം തന്നെയായിരിക്കും സംഭവിക്കുക. പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകി മാസങ്ങളായെങ്കിലും മരം വെട്ടിമാറ്റാനുള്ള നടപടി ഇന്നേ വരെ ഉണ്ടായില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. വണ്ടികൾ പാർക്ക് ചെയ്തു, അപ്പുറം വീടുകളും മറ്റു കാര്യങ്ങളുണ്ട്. ഈ കൊച്ചിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. അപ്പം അതിനു വേണ്ടി ഒരുപാട് ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു. അതിനൊരു ആക്ഷൻ കാണാനില്ല. കാണുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ. അത് വെട്ടി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു. പെരിങ്ങോട് ശ്രീരാമസ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടി പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ലയവൈഖരി എന്ന പേരിൽ പെരിങ്ങോട് ശ്രീരാമസ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടിയിൽ വിനയഗോപാൽ അധ്യക്ഷനായി. സന്തോഷ് സോപാനം മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഡോക്ടർ പ്രേമചന്ദ്രൻ മേഴത്തൂർ, നാരായണൻ, രാംദാസ്, മുരളീവർമ്മ, ഹരിദാസ്, ജയൻ വെള്ളാളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ മുതിർന്ന കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സന്തോഷ് പറഞ്ഞ എന്താ വെച്ചാൽ അത് എഴുതി വെക്കാൻ പോവുകയാണ്. അതിന് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് കൊട്ടുകാർ അവിടെ ഒരു മഹാനായിട്ടുള്ള ഷഡ്കാല ഗോവിന്ദമാരാര് ആണ് ഞാൻ ഇപ്പോൾ ചോദിച്ചിരുന്നത്. അദ്ദേഹം വളരെ മഹാനായിട്ടുള്ള ആളായിരുന്നു. ഈ വടക്ക് എവിടെ അദ്ദേഹത്തിൻ്റെ കൃത്യം കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ സ്വാതി തിരുനാളിനെ കാണാൻ പോയി. തിരുവനന്തപുരത്ത് മഹാരാജാവായിട്ടുള്ള സ്വാതി തിരുനാളിന്. അന്ന് ഈ കലാകാരന്മാർക്കൊക്കെ ആശ്രയം ഈ രാജാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല ദിക്കിനും. ഇവിടെ തന്നെ ഉള്ള പെരിങ്ങോട് നിന്നുള്ള കലാകാരൻ തന്നെ അവിടെ പോയിട്ട് സമ്മാനങ്ങൾ അനവധി ആളുകൾ മേടിച്ചിട്ടുണ്ട്. പഴയ ചരിത്രം നോക്കിയാൽ എനിക്കറിയാം. കഥകളി വിദഗ്ധരും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന രൂപാന്തരങ്ങൾ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. റോഡിൽ വാഹനങ്ങൾക്കടിയിൽ അമർന്ന ജീവനറ്റ ചെറുജീവികളുടെയും വസ്തുക്കളുടെയും രൂപങ്ങളെ വ്യത്യസ്ത കോണുകളിലൂടെ പകർത്തി കാഴ്ചയനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ഫോട്ടോഗ്രാഫറും മാധ്യമപ്രവർത്തകനുമായ രഞ്ജിത്ത് മാധവൻ. ചാലക്കുടി സ്വദേശിയായ രഞ്ജിത്ത് വഴികളിൽ കണ്ട വിചിത്രങ്ങളാണ് ചിത്രങ്ങളാക്കി മാറ്റിയത്.
വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് പ്രാണനറ്റുപോയ ജീവികൾ, പൊഴിഞ്ഞു വീണ പഴവും കായും, ആരോ വലിച്ചെറിഞ്ഞ വസ്തുക്കൾ എല്ലാം ഇവയിലുണ്ട്. നിരന്തരം പലതരം വാഹനങ്ങൾ കയറിയിറങ്ങി വഴിയിൽ കിടന്നവയെ ക്യാമറയിൽ പകർത്തി അവതരിപ്പിക്കുമ്പോൾ അവയെല്ലാം അമൂർത്ത ചിത്രങ്ങളായി മാറുന്നു. പത്രപ്രവർത്തകനും സ്വതന്ത്ര ഫോട്ടോഗ്രാഫറുമായ രഞ്ജിത്ത് നടന്നും സൈക്കിളിലുമാണ് പ്രാദേശികമായ കൗതുകങ്ങൾ തേടിയിരുന്നത്. വേഗം കുറഞ്ഞ ഏക സഞ്ചാരങ്ങളിലാണ് പലയിടത്തും വഴിയിൽ അമർന്നു കിടന്ന അമൂർത്ത രൂപങ്ങളെ രഞ്ജിത്ത് കണ്ടത്. അവയിലും കലയുടെ കൗതുകമുണ്ടെന്ന വിശദീകരണമാണ് രൂപാന്തരങ്ങൾ എന്ന ഫോട്ടോ പരമ്പരയിലെ ഓരോ ചിത്രങ്ങളും. ഇത് ഞാൻ തുടങ്ങുന്നത് ഒരു 4 വർഷം മുൻപ് കോവിഡ് കാലത്ത് ആണ് കൂടുതലായിട്ടും ഇത്തരം ചിത്രങ്ങൾ എടുത്തു തുടങ്ങിയത്. പിന്നീട് എൻ്റെ മറ്റ് ഫോട്ടോഗ്രാഫി പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രകളുടെ ഇടയിലും ഞാൻ കണ്ട റോഡുകളിൽ കണ്ട കാഴ്ചകളിൽ നിന്നാണ് ഈ ചിത്രങ്ങളുടെ ശേഖരം ഒരുക്കാൻ കഴിഞ്ഞത്. ഇത് ആദ്യത്തെ പ്രദർശനമാണ് തൃശ്ശൂർ ആർട്ട് ഗാലറിയിൽ നടത്തുന്നത്. ലളിതകലാ അക്കാദമി സെക്രട്ടറി N. ബാലമുരളീകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 30ഓളം ചിത്രങ്ങളടങ്ങിയ പ്രദർശനം ഈ മാസം 30-ന് വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും ഷൊർണൂർ നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാടനംകുറിശി പരുത്തിപ്ര റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് BJP 8ാം വാർഡ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. SC മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. റോഡുകളെല്ലാം തോടുകളായി, വാർഡ് മെമ്പറെ കാണാല്ലോ, എവിടെ MLA, പ്രതിഷേധം, ഇത് പ്രതിഷേധം. 8ാം വാർഡ് മെമ്പർ രാജിവെക്കുക, തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP 8ാം വാർഡ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തിയത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥ വളരെയേറെ ദയനീയമാണ്. അപകടത്തിൻ്റെ വക്കിലാണ് ഈ റോഡ്. യാതൊരുവിധ സുഖ സൗകര്യത്തോടുകൂടെ ഒന്ന് യാത്ര ചെയ്യാനോ കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 8ാം വാർഡ് സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൻ്റെ അവസ്ഥ, ഇവിടെ മെമ്പർമാരുണ്ടോ, അതുപോലെ തന്നെ ഇവിടെ MLA ഉണ്ടോ, ആരാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്, അവർക്ക് ഈ ഭാഗത്തുകൂടെ ഒന്ന് വന്നു നോക്കി ഇതിൻ്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യാതൊരുവിധ അവർക്ക് ഉത്തരവാദിത്വവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് റഹീം ഓങ്ങല്ലൂർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി RC ബാബു, രാജേഷ്, ശങ്കുരാജ്, പ്രവീൺ, ശരുൺ, സെൽവൻ, ശങ്കർലാൽ, ഉണ്ണികൃഷ്ണൻ, സത്യരാജ്, രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ദേശഗുരുതി നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കാളിദാസൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ദേശഗുരുതി നടന്നത്. കർക്കിടക മാസത്തിന്റെ ഭാഗമായി 1 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ദേശഗുരുതിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയും മഹാഗണപതി ഹോമവും നടന്നു. തുടർന്ന് ദേവിക്ക് നവകം, പഞ്ചഗവ്യം, ചാന്താട്ടം എന്നിവയ്ക്കു ശേഷം വൈകുന്നേരത്തോടെയാണ് ദേശഗുരുതി നടന്നത്. ഭദ്രകാളി കോമരമായ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഭദ്രകാളി കർമ്മവും നടന്നതോടെ പ്രധാന പൂജകൾക്ക് പരിസമാപ്തി കുറിച്ചു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 3-ന് രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന കർക്കിടക വാവ് ബലിതർപ്പണത്തിന് സുനിൽ ശർമ്മ നേതൃത്വം നൽകുമെന്നും ഓഗസ്റ്റ് 5-ന് പൈങ്കുളം രാമകൃഷ്ണകുറുപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധം പാട്ട് നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടക മാസത്തിൽ 10 ആണ്ടുകൾക്ക് ശേഷം തന്ത്രി തീയന്നൂർ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കർമ്മത്വത്തിൽ ദേശഗുരുതി ഭക്തജനങ്ങളെ നിറസാന്നിധ്യത്തോടുകൂടി വളരെയധികം ഭംഗിയിൽ ഇന്നേ ദിവസം നടത്തിയിരിക്കുകയാണ്. ഇതിൽ ഇതിനോട് സഹകരിച്ച എല്ലാ നാട്ടുകാരെയും, എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ദേശക്കാരെയും കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിലും പ്രത്യേകം നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പുലാച്ചിത്ര NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പൊതുയോഗം NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി M. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 16/10/22 ഉണ്ടായ ജനറൽ ബോഡിക്ക് ശേഷം ഉണ്ടായ കമ്മിറ്റിയാണ്. പുലാച്ചിത്ര എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുലാച്ചിത്ര കരയോഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗം. അത് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള പദ്ധതികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞ 2 വർഷത്തിൽ പലതും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
നമ്മൾ സാധാരണ പറയും, ഞങ്ങൾക്ക് സാധാരണ ചോദ്യം സാധാരണ വരാറുള്ളതാണ്, എന്താ NSS ഉണ്ടാക്കിയ കാര്യം. NSS എന്ന് പറയുന്നത് ഒരു സർവീസ് യൂണിറ്റ് ആയതുകൊണ്ട്, സർവീസ് സംഘടനയായതുകൊണ്ട് നമുക്ക് അർഹ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രമേ സാധിക്കൂ. എല്ലാ തരത്തിലുള്ള സഹായം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും വാണിയംകുളം ലെച്ചൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് N രവീന്ദ്രനാഥൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് K ശശികുമാർ സ്വാഗതം പറഞ്ഞു. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം M രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി K മോഹൻദാസ് 2023-24 വർഷത്തെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വനിതാ സമാജം സെക്രട്ടറി ശോഭനകുമാരി പരിപാടിക്ക് നന്ദി പറഞ്ഞു. തുടർന്ന് കരയോഗത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കുളപ്പുള്ളിയിൽ സംഗമിക്കുന്ന 21ഓളം വരുന്ന ശോഭായാത്രകളുടെ നടത്തിപ്പിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രൂപീകരണ യോഗം ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ എഴുവന്തല ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. രവിചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ അശ്വതി, സുരേഷ് ബാബു കണയം, ചന്ദ്രൻ കല്ലിപ്പാടം, പ്രഭു ഷൊർണൂർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ആഘോഷ പ്രമുഖായി സുരേഷ് ബാബു കണയത്തെയും സഹ ആഘോഷ പ്രമുഖന്മാരായി ഷനു ശ്രീരാം നഗർ, ഗോപകുമാർ കല്ലിപ്പാടം, KT രവിദാസ് എന്നിവരെയും രക്ഷാധികാരിമാരായി അശ്വതി ബിന്ദു, സിനി മനോജ്, രാധാ സുരേന്ദ്രൻ, നിഷ ശശികുമാർ, കരുണാകരൻ, രാധാകൃഷ്ണദാസ്, പ്രദീപ്, കുഞ്ഞുകുട്ടൻ, ചന്ദ്രൻ തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു. കൂടാതെ 21 സ്ഥലത്തു നിന്നും വരുന്ന ആഘോഷ പ്രമുഖന്മാരടക്കം 51 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. CPIM മേൽമുറി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അറിവ് വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC, +2 വിജയികളെ അനുമോദിച്ചു. പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. വളരെ ഫേമസ് ആയ ചിത്രമാണ്. സുഡാനിൽ ഒരു മരുഭൂമിയിൽ ഒരു കുട്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നു. എല്ലുന്തി കണ്ടാൽ തന്നെ അറിയാം, പട്ടിണി കിടന്നിട്ടും എന്തോ രോഗം ബാധിച്ചിട്ടുമൊക്കെ വല്ലാത്ത അവശ നിലയിലാണ്. അവനൊരു കുട്ടി കമിഴ്ന്ന് കിടക്കുന്നു. ആ കുട്ടിയുടെ അടുത്ത് ഒരു കഴുകൻ വന്നിരിക്കുന്നു. CPIM ബ്രാഞ്ച് സെക്രട്ടറി സുബിൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ CPIM LC അംഗം VK രവീന്ദ്രൻ അധ്യക്ഷനായി. ബാലസംഘം ജില്ലാ കൺവീനർ U ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായി. CPIM ഏരിയ കമ്മിറ്റി അംഗം M സുരേന്ദ്രൻ, LC സെക്രട്ടറി N ജയപാൽ, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, ഷൊർണൂർ ജോല സെക്രട്ടറി KT ജോർജ്, EK ഉണ്ണികൃഷ്ണൻ, MK ശരത് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. മിസ്റ്ററി ഡോംസിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ശാസ്ത്രീയ അറിവുകൾ വളർത്തുക ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം ചുനങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ പ്ലാനറ്റോറിയം ഷോ നടന്നു. അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ ഷോ കാണാനെത്തിയിരുന്നു. മുള്ളൂർക്കര ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും സൗജന്യമായി നടത്തുന്ന പ്രമേഹ രോഗ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. റീജിയണൽ ചെയർപേഴ്സൺ PB മത്തായി, സോൺ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു. ഒക്ടോബർ മാസം 24-ാം തീയതിയാണ് നമ്മളെ മുള്ളൂർക്കര ലയൺസ് ക്ലബ്ബ് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലൊക്കെയുള്ള നമ്മുടെ നേതാക്കൾ ശ്രീ ലയൻ ഉണ്ണി വടക്കാഞ്ചേരിയും അതുപോലെ തന്നെ ലയൻ ജയൻ മാത്യുവും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് നമ്മുടെ ലയൻ ലീഡേഴ്സുകൾ. പുതിയ ഭാരവാഹികളായി രാജേഷ് കപ്പാരത്തിനെ പ്രസിഡന്റായും VP പ്രകാശ് കുമാറിനെ സെക്രട്ടറിയായും AP ആന്റണിയെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അപകടക്കണിയിലായി തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ. കുമ്പളങ്ങാട് മാലിന്യയാർഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകളാണ് പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നത്. പെരുമഴയിൽ നാട് മുഴുവൻ മരങ്ങൾ വീണും കുന്നിടിഞ്ഞും അപകടഭീതിയിൽ നിലകൊള്ളുകയാണ്. ഇതിനിടെയാണ് തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ പാറക്കല്ലുകൾ അപകട ഭീഷണി ഉയർത്തുന്നത്. കുമ്പളങ്ങാട് മാലിന്യയാർഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് നിരവധി പാറക്കല്ലുകൾ ഏതു സമയവും താഴേക്ക് പതിക്കാമെന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത്. പാർലിക്കാട് വഴി വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള എളുപ്പമാർഗം കൂടിയായതിനാൽ
നിരവധി വാഹനങ്ങളാണ് കുന്നിന് താഴെയുള്ള റോഡിലൂടെ കടന്നുപോകുന്നത്. താഴെയുള്ള റോഡിന് എതിർവശത്തായി നിരവധി വീടുകളുമുണ്ട്. മഴ ശക്തമായാൽ പാറക്കല്ലുകൾ പാതയിലേക്കും സമീപത്തെ വീടുകൾക്ക് മുകളിലേക്കും പതിക്കുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. കുന്നിൻ മുകളിലെ റബ്ബർ മരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വെട്ടിമാറ്റിയതോടെ ഇളകിമാറിയ മണ്ണിന് മുകളിലെ പാറകൾ അപകടഭീതി സൃഷ്ടിക്കുന്നതായി പരിസ്ഥിതി സംഘടന ജനനിയും ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിലെ ദുരന്തഭീതി അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ഏറ്റവും ഉയരമുള്ള കുന്നുണ്ട് അവിടെ സ്വകാര്യ വ്യക്തി മരം മുറിച്ച് മാറ്റിയപ്പോൾ വലിയ ഉരുളൻ കല്ലുകളും മറ്റും റോഡിലേക്ക് വീഴത്തക്ക രീതിയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇനി മഴ പെയ്യുമ്പോൾ ആ മണ്ണ് ഒലിച്ചു പോവുകയും ഈ കല്ലുകൾ റോഡിലേക്ക് വന്ന് പൊതുജനങ്ങൾക്കും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കും ഒക്കെ വീഴുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കല്ല് മാറ്റുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ശ്രമം നടക്കുന്നില്ല. ഒരു അപകടം വന്നതിന് ശേഷം എല്ലാവരും ഓടിക്കൂടി എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ അപകടം വരാതെ സംരക്ഷിക്കേണ്ടതാണ് നമ്മളുടെ അത്യാവശ്യം. ന്യൂസ് ബ്യൂറോ തൃശൂർ. ACMAയുടെ കുടുംബസംഗമം നടന്നു. കുടുംബസംഗമം PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മന്നത്തെ ഉദ്ഘാടനം ചെയ്തു. കുളപ്പള്ളി ബ്ലൂ ഡയമണ്ട് കൺവെൻഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ സെക്രട്ടറി CS ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് P പ്രദീപ് അധ്യക്ഷനായി. സായിക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് MD CP ജയൻ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. ചിത്ര ഇൻഡസ്ട്രീസ് C ശിവദാസ് വ്യവസായ പ്രമുഖർക്കുള്ള ആദരവ് ഏറ്റുവാങ്ങി. ഷൊർണൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് NP കൃഷ്ണകുമാർ, ഷൊർണൂർ റോട്ടറി ക്ലബ് സെക്രട്ടറി KC രാജേഷ് തുടങ്ങിയവരെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. ഷൊർണൂർ മെറ്റൽ LL PAV കൃഷ്ണകുമാർ, സായിക്കോ ചെയർമാൻ P പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ മണികണ്ഠൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയ മാവോയിസ്റ്റ് സോമനെ അഗളി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പാലക്കാട് കോടതിയിൽ ഹാജരാക്കി. അഗളി സ്റ്റേഷൻ പരിധിയിലെ 5ലേറെ കേസുകളിലുമായി ബന്ധപ്പെട്ടാണ് നടപടി. 4 ദിവസത്തേക്ക് സോമനെ പാലക്കാട് കോടതി അഗളി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് തന്നെ മർദ്ദിച്ചതായും നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിയതായും മാവോയിസ്റ്റ് സോമൻ. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ ബോധവൽക്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി MP രാജേഷ്. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്താൻ മന്ത്രി MP രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച്. മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി. കോട്ടായിയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുംകുളങ്ങരയിൽ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ വടക്കാഞ്ചേരി, അകമല, പട്ടാണിക്കാട് ജനവാസ മേഖലകളിൽ ഭീതി സൃഷ്ടിച്ച കാട്ടാനക്കൂട്ടം. തിങ്കളാഴ്ച പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കൃഷിത്തോട്ടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. കർഷകർ സ്ഥാപിച്ച സുരക്ഷാ വേലികളും തകർത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ആം ആദ്മി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം. കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഡൽഹിയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞ പ്രധാനമന്ത്രി കെജ്രിവാളിനെ ജയിലിലാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രവർത്തകർ പറഞ്ഞു. ആം ആദ്മി രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രവർത്തകരുടെ ഉപവാസം. ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാകണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുന്നവർ തന്നെ സ്ത്രീ സംവരണം അട്ടിമറിക്കുന്നുവെന്നും സുബൈദ മുഹമ്മദ്. പാർലമെന്റിലും നിയമസഭകളിലും 33% സംവരണം ആവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവിൽ പ്രമേയം അവതരിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.